ഒരു എപ്സ്റ്റീൻ ചെയ്യുന്നതല്ല. ആ അത് നമ്മളങ്ങനെ മനസ്സിലാക്കണം. അത് ഇസ്രയേലാണ് അത് ചെയ്തിരിക്കുന്നത്. ആ അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അവരാണ് നിയന്ത്രിക്കുന്നത് ഇതിന് മുഴുവൻ. ഈ ഫണ്ട് അല്ലാതെ എപ്സ്റ്റീൻ ഒരു സാധാരണ കോളേജിൽ പ്രൊഫസറായിട്ട് തുടങ്ങിയ ഒരാളാണ്. യെസ് അവിടെ നിന്നാണ് അത് വരുന്നത്. ഇതിന് പണം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഫയലെന്ന് പറയുന്ന എപ്സ്റ്റീൻ ഫയലെന്ന് പറയുന്നത് അറിയപ്പെടുമെങ്കിലും ആ ഫയൽ മുഴുവൻ അവർ തന്നെയല്ലേ നിർമ്മിച്ചിട്ടുള്ളത്. സകല എന്ന് പറഞ്ഞാൽ ആ വീടിനകത്ത് ക്യാമറ വയ്ക്കാത്ത ഒരു സ്ഥലമില്ല. നമ്മുടെ എന്താണ് ബിഗ് ബോസ് പോലെ ആണ് ഉണ്ടാക്കിയത് അത്. അതുപോലെ ആ ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂർ മോണിറ്റർ ചെയ്ത് അതിന് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫയലാണ് ഇത് മുഴുവനും. അത് അവര് ഈ ചെന്ന ആളുകളെ മുഴുവനും പെർമനന്റ് ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അവരുണ്ടാക്കിയത്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും. ഒന്നും പറയണ്ട. ഈ നിങ്ങളിവിടെ വന്ന കാര്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതി. വേറെ ഒന്നും പറയണ്ട. എല്ലാവരും നിശബ്ദരാകും. കാരണം അവിടെ അത് ടോട്ടലി പ്രൈവറ്റായി ആരും ഒരിക്കലും അറിയില്ല എന്ന് വിചാരിക്കുന്ന അത്രയും സേഫായ ഒരു സ്ഥലമാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ചെല്ലുന്ന ആളുകളെ സംബന്ധിച്ചോളം ഒരു പേടിയും അവർക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം അവർ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വകാര്യതയിൽ മറ്റുള്ളവരില്ലാത്തപ്പം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാര്യം പറയുന്ന ആൾക്കാർ തൊട്ട് ആ തരത്തിലുള്ള ഫ്രീഡമാണ് അവിടെ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വൈൽഡ് ഫ്രീഡം. അതുകൊണ്ട് എല്ലാ നിലവാരത്തിലും ഈ ഓരോ ആളിൻ്റെയും എങ്ങനെയാണ് അവരെ സ്വാധീനിക്കാൻ പറ്റുന്നത് അത് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ വെറുതെ അറിയാതെ ചെന്നിട്ടുള്ളവരുമുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇയാൾ വലിയ ഫണ്ടുകൾ ഈ തരത്തിലുള്ള ഏത് കാര്യത്തിനും ആർട്ടിനും ഒക്കെ വേണ്ടി ചെലവഴിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൽ പെട്ടിട്ട് അവിടെ ചെല്ലുന്നവരുണ്ടാവും. ആ ചെല്ലുന്നവർ അറിയുന്നുണ്ടാകത്തേ ഇല്ല ഈ മറുവശത്ത് ഇങ്ങനെ ഒരു ലോകം നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ജീവിതത്തിനകത്ത് നിൽക്കുന്ന ഒരാളാണ് അവിടെ ചെന്നിരിക്കുന്നതെങ്കിൽ അയാൾ അവിടെ ചെന്നിരുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അയാൾക്ക് തന്നെ പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഈ കാണുന്ന സാധനത്തിനകത്ത് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അതൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പിന്നെ ഒരു കാര്യമില്ലല്ലോ. ഇത് മുഴുവൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഫയൽ ഉണ്ടാക്കിയത് ആരെങ്കിലും ഒളിക്യാമറ വെച്ച് ചെയ്തതല്ല. മുഴുവൻ രാജ്യത്തെ ആരെയുണ്ട് പണക്കാരായവർ മുഴുവനും അധികാരമുള്ളവർ മുഴുവൻ പേരെ അവർ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇസ്രായേൽ അമേരിക്കൻ പക്ഷെ സൗഹൃദപരമായിട്ടൊരു സമവാക്യമാണല്ലോ ഇപ്പൊ ഉള്ളത്. അപ്പൊ പിന്നെ ഇസ്രായേലിനെ ചെയ്തുകൊണ്ട് എന്താ ഗുണം? അല്ല, ഇസ്രയേലാണ് അമേരിക്ക നിയന്ത്രിക്കുന്നത്, അല്ലാതെ അമേരിക്ക ഇസ്രയേലിനെ നിയന്ത്രിക്കുന്ന യുക്തിയല്ല. നമുക്ക് അവിടുത്തെ ഈ അമേരിക്കൻ ഫ്ലാഗ് ഒരു 10 വീടിനകത്ത് ഒരു ഫ്ലാഗ് ഉള്ള വീട് കാണും. അത് ഏറ്റവും തീവ്രമായ ഞാൻ അമേരിക്കക്കാരനാണെന്ന് വിചാരിക്കുന്നവരും പിന്നെ വെറ്ററൻസ് ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തവരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിനകത്ത് ഈ കാവി കൊടി വെക്കുന്നത് പോലെയാണ് ഈ അമേരിക്കൻ ഫ്ലാഗ് അവിടെ. ആ ഫ്ലാഗ് വെച്ച ഒരു ഹൗസിംഗ് കോളനി ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ അറിയാതെ ഈ മറ്റുള്ള ആൾക്കാരുടെ മുകളിൽ ഒരു ആധിപത്യം അവർക്കുണ്ടാവും, ഈ ഫ്ലാഗ് കുത്തിയവർക്ക്. അപ്പൊ അത് നമ്മളിങ്ങനെ അനുഭവിച്ചു പോകും. അവരുടെ വീടിന്റെ മുന്നേ കൂടെ പോകുമ്പോൾ നമ്മൾ ഉറക്കമിണ്ടാതിരിക്കാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും. അതൊക്കെ നമ്മൾ ഞാൻ അങ്ങനെ എല്ലാ കോളനിയിലും നോക്കിയാൽ ഈ അമേരിക്കൻ ഫ്ലാഗ് ഉണ്ട്. നമ്മളത് വേറെ എങ്ങും അങ്ങനെ അനുഭവിച്ചിട്ടില്ല. നമ്മൾ ഈ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ രാജ്യത്തിന്റെ കൊടി ഇങ്ങനെ ശരിക്കും രണ്ടാമത്തെ റിലിജിയനായിട്ട് അത് നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അമേരിക്കക്കാരനായിരിക്കുക എന്ന് പറയുന്നത് പലയിടത്തുനിന്ന് വന്നവരല്ലേ, അവരവർ ഡിക്ലെയർ ചെയ്ത് ബലത്തോടെ നിൽക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അല്ലാതെ ശരിക്കും അമേരിക്കക്കാരെന്ന് പറഞ്ഞാൽ നേറ്റീവ് അമേരിക്കൻസ് ആണല്ലോ. അപ്പോൾ കുഴഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിന് പിന്നെ മൂച്ചോടെ ഈ ശരിക്കും നാഷണലിസം എങ്ങനെയാണ് റിലിജനായി മാറുന്നതെന്നുള്ളത് ആളുകളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അമേരിക്ക. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകമുണ്ട് ഈ ഇവരുടെ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പട്ടാളത്തിൽ പോകുന്നതിൽ 90% ദരിദ്രരായ ആൾക്കാരായിരിക്കും. അവർക്ക് ജോലിക്കുമൊക്കെ പോകുന്നത്. അവരുടെ വെറ്ററൻസ് എന്ന് പറയുന്നവരെ ബഹുമാനിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുന്നതല്ലാതെ നമ്മുടെ നാട്ടിലുമൊക്കെ പട്ടാളക്കാരെ വരുന്ന ദിവസം ഭയങ്കര സ്വീകരണമൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തൊഴിലില്ലാതെ അവരിവിടെയൊക്കെ നടക്കുകയായിരിക്കുമല്ലോ ചെയ്യുന്നത്. ആ അവസ്ഥ തന്നെയാണ് അവിടെ ആ കാര്യത്തിലുള്ളത്. കാരണം നമ്മൾ ഈ റോഡിലെ ഹോംലെസ് ആയിട്ട് കിടക്കുന്നതിനകത്ത് ധാരാളം പട്ടാളക്കാരുണ്ട്. കാരണം അവർ ഫാമിലിയൊക്കെ പോയി കാണും. ഇത്രയും നാളൊക്കെ ചിലപ്പോൾ 3, 4, 5 വർഷമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് അവിടെ ഉള്ള ആളുകൾ അവരെ ഉപേക്ഷിച്ച് പോവുകയും വേറെ ആൾക്കാരുമായിട്ട് റിലേഷൻ ഉണ്ടായി പോവുകയൊക്കെ ചെയ്തിട്ടൊക്കെ കുടുംബങ്ങളും കാണത്തില്ല അവർക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ അതാണ് ഈ റാംബോയ്ക്കകത്തൊക്കെ പറയാനൊക്കെ അവർ ആ വശം അതിനകത്ത് ആദ്യം നമ്മൾ കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ
സിനിമയ്ക്കകത്ത് അവർ വിജയിക്കുമല്ലോ. അതെ അതെ അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് മുഴുവനും ഉള്ളത്. അപ്പൊ ഈ അമേരിക്കൻ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾ അവര് ഞങ്ങൾ കൂടുതൽ അമേരിക്കക്കാരാണെന്ന് തെളിയിക്കാൻ ബാധ്യതയുള്ളവരായിട്ട് നിൽക്കുന്ന ജനതയാണ് കൂടുതലുള്ളത്. ഓക്കെ ഇപ്പൊ മൂച്ചോടെ നിൽക്കേണ്ടി വരും. അത് അമേരിക്കൻ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ്. അമേരിക്കൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള വലിയ പണക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അല്ല അപ്പോഴും എനിക്ക് ഈ, ഇസ്രായേൽ അമേരിക്കയെ നിയന്ത്രിക്കുന്ന അത് ഒരു narrative പറഞ്ഞാല് കിട്ടിയിട്ടില്ല. അവിടുത്തെ കൊടികൾ നമ്മൾ കാണാമെങ്കിൽ വലിയ, ഞാൻ ആ. നേരത്തെ പറഞ്ഞ കൊടിയില്ലേ, ഞാനത് പറയാൻ ആ, നേരത്താണ് അത് ആ. വിട്ടുപോയത്. അതിന് ചുവട്ടിൽ ഇസ്രായേലിന്റെ ഫ്ലാഗും കൂടെ നോക്കുന്നുണ്ട്. അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് നമ്മൾ അനുഭവിച്ചു. ഞാൻ പടം എടുത്തിട്ടുണ്ട്. അത് അമേരിക്കയുടെ കൊടിയുടെ താഴെ ഒരു ഇസ്രായേലിന്റെ കൊടി. ഇസ്രായേലിന്റെ കൊടിയും കൂടെ വയ്ക്കുന്ന ഒത്തിരി വീട്, ഈ വലിയ കെട്ടിടങ്ങൾ, വലിയ സ്ഥാപനങ്ങളിനകത്തൊക്കെ കാണും. നമ്മളത് ഈ ഇസ്രായേലിന്റെ കൊടി എന്താ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു. ഞാൻ അത് ഒരിടത്ത് പടം എടുത്തപ്പോൾ ഞാൻ അവരെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവരൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയവർ മാത്രമാണ്. പക്ഷെ അത് അങ്ങനത്തെ ഒരു അലീജിയൻസ് അതിനകത്തുണ്ട്. അതിനകത്ത് റീസൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ധനമുള്ള വിഭാഗമായി ആയിരക്കണക്കിന് വർഷം കൊണ്ട് ഇവർ മാറിയിട്ടുണ്ട്. ആ ധനമാണ് നിർണ്ണയിക്കുന്നത്. ഇപ്പം നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് അമേരിക്കയിൽ തന്നെ ഉണ്ടായതല്ലേ. അതിനകത്ത് ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ജൂതന്മാർ തന്നെയാണ്. നമ്മൾ ഈ ജൂതന്മാരെന്ന് പറയുമ്പം അവർ ഒരു മോണോലിത്തിക് ആയിട്ട് ചിന്തിക്കരുത്. സയോണിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തീവ്രമായി ജൂതന്മാരായിരിക്കുന്നവർ. അല്ലാതെ എല്ലാ ജൂതന്മാരും മോശമാണെന്നോ അങ്ങനെയാണെന്നോ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. പക്ഷെ ഐഡന്റിറ്റി അവർ ജൂതനായിട്ട് അവർ നിൽക്കുന്നുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ധാരാളം നല്ല എഴുത്തുകാരും നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കുന്നവരൊക്കെ ശാസ്ത്രജ്ഞരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അവരെല്ലാവരും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ലേ. പക്ഷെ ഈ സയോണിസം എന്ന് പറയുന്ന ഒരു വേറൊരു സംഭവം തന്നെയാണ്. നമ്മൾ ഹിന്ദുത്വ ഇന്ത്യയെ പറയുമ്പോൾ ഹിന്ദുക്കളായിരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരല്ലല്ലോ ഹിന്ദുത്വക്കാർ. അത് വേറൊരു വിഭാഗം തന്നെയല്ലേ. അതുപോലെ തന്നെയാണ് അത്. തീവ്രത കൂടുതലാണ്. സയോണിസ്റ്റുകളെന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ജൂതന്മാരെന്ന് പറഞ്ഞുകൂടാ ശരിക്കും പറഞ്ഞാൽ. അത് ഡിഫറെന്റ് അവര്. ഈ ട്രംപിനോടുള്ള അവിടുത്തെ ജനവികാരം എങ്ങനെയാണ്? ഇപ്പൊ അദ്ദേഹത്തെ ഇന്ത്യയിലത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൗത്തിലാണ് മാത്രമാണ് അയാൾക്ക് ആ സ്വാധീനമുള്ളത്. മറ്റുള്ളിടത്ത് കുറവാ. അപ്പൊ അദ്ദേഹത്തെ ഒരു ഏകാധിപതി മോഡിലേക്കൊക്കെ പറയുന്ന അയാൾ ആളുകള് ഏകാധിപതി എന്ന് പറയുന്നത് അയാൾക്ക് രോഗം പോലുള്ള അയാൾ അതൊക്കെ കൊണ്ട് കാണിക്കുന്നത്. പക്ഷെ അതൊരു ടീമാണ്. ഉം, അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ട്രംപ് ഇത് രണ്ടാമത് വന്ന് ഉം, സ്ഥാനാരോഹണം അങ്ങനെ തന്നെ പറയണമല്ലോ ഉം. ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ വന്നിരുന്നോ? ആ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പ്രസിഡന്റ് അവിടെ ഓത്തെടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്നത് അംബാനിയാണെന്ന് അറിയണം. ഇത് നമ്മളെ കാണണം. ഓക്കേ. ലോകത്തുള്ള ഏറ്റവും വലിയ പണക്കാരായ ആൾക്കാരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞ അമേരിക്ക ഭരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒരു സംഭവം നടക്കത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കുക ഈ ട്രംപ് ഇങ്ങനെയൊക്കെ മിണ്ടിയ ട്രംപിനോട് നമുക്കൊക്കെ നാണമൊക്കെ തോന്നുന്ന നേരത്തിൽ അയാൾക്ക് ഉണ്ടെന്നാണ്. അതെ അതെ അതെ. പക്ഷെ അതൊന്നും തോന്നത്തില്ല. കാരണം അത് പറഞ്ഞു ഉളുപ്പില്ലാതാകുക എന്ന് പറയുന്നതാണ് ഒരു പുതിയ ടെക്നിക്ക്. അത് സാധാരണഗതിയിൽ നമ്മൾ പരസ്യമായി പറയാൻ മടിക്കുന്ന, ഉപയോഗിക്കാൻ മടിക്കുന്ന വാക്കുകളൊക്കെ ഈ ആളുകളെല്ലാം ഉപയോഗിക്കുന്നവരായി മാറുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെന്താണ് പ്രശ്നം എന്ന് തോന്നിപ്പോ. അതാണ് ഒരു പുതിയ ടെക്നിക്കാണത്. ഇപ്പം മലയാളത്തിലൊക്കെ ചില അസഭ്യമായ വാക്കുകൾ ലിംഗമായ പോലെ അത് വളരെ നോർമലൈസ് അതെ, ചെയ്ത് അതെ, അതെ. അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്ന ഒരു ഏരിയ അതിനകത്ത്.